സിമ്പിളായിട്ടൊരു സാധാരണ തുണി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കാൻ പറ്റും. അപ്പം എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലൊരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാകൃതിയിലാണ് നെക്ക് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ ആകൃതിയിൽ ക്യാൻവാസ് മുറിച്ചെടുത്തിട്ട് ഒരു തുണിയിൽ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് ഇസ്തിരിയിട്ട് എടുക്കുക. ഇസ്തിരി ഇടുന്നില്ലെങ്കിൽ അത് അടിച്ചെടുത്താലും മതി. ഞാനിവിടെ ഇസ്തിരിയിട്ട് വന്നതാണ്. അതിനുശേഷം നമ്മളതിന് എത്ര ഇഞ്ച് വിട്ടിട്ടാണോ നമുക്ക് ഈ നമ്മളിപ്പം വെക്കുന്ന ലേസ് വെക്കേണ്ട അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ ഈ രണ്ട് ഭാഗത്തുള്ള ലേസും ആ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിന് വെച്ച് ഇതേപോലെ ഒരു സൈഡ് അടിച്ച് അതിൻ്റെ അടിയിലൂടെ തിരിച്ചെടുത്തിട്ട് മറ്റേ സൈഡും കൂടി അടിച്ചു വെക്കുക. ഇതേപോലെ താഴത്തെ വരെ അടിച്ചെടുക്കുക. താഴെ വരുമ്പോൾ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് അടിയിൽ വെച്ച് അത് കെട്ടിട്ടെടുക്കാം. ഇനി ബാക്കി വരുന്ന ആ ലേസ് മുറിച്ച് മാറ്റാം. മുകളിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത തുണീൻ്റെ നമ്മളെ ചുരിദാർ മെറ്റീരിയലിൻ്റെ നെക്കിൻ്റെ അകലവും താവും കൂടെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഏത് ആകൃതിയിലാണോ നിങ്ങൾക്ക് നെക്ക് വേണ്ടത് അതിനനുസരിച്ച് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്കാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ആ നല്ല വശത്ത് നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ച നെക്കിൻ്റെ താഴെ വെക്കുന്ന ആ പീസിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ആ സെൻറ്റർ മാർക്ക് ചെയ്തതിന് നേരെ വെച്ച് പിൻ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റും അടിച്ചെടുക്കുക. ഇപ്പോൾ ചുറ്റും അടിച്ചെടുത്തിട്ടായി. ഇനി ആ കഴുത്തിന് കറക്റ്റായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് ഇടണം. അപ്പം ബാക്ക് സൈഡ് മോശം വശം വെച്ചിട്ടാണ് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കഴുത്തിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ അടിച്ച അതിൻ്റെ സൈഡിലൊന്ന് സ്റ്റിച്ച് മുറിയാതെ ഒന്ന് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ പൈപ്പിംഗ് വെക്കാൻ എടുത്ത ആ തുണി ഫ്രണ്ടിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് അതിൻ്റെ സൈഡ് അടിച്ചെടുക്കുക. ഈ ഒറ്റൊരു സ്റ്റിച്ച് മാത്രമേ ഇടാവൂ. ഇതേപോലെ നമുക്ക് ഏതിതും വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ബട്ടൺസോ എന്തെങ്കിലും വെച്ചിട്ട് ഡിസൈൻ ആക്കുക.